റെസ്റ്റോറൻറ്റിൽ നിന്നും വീണ്ടും അവർ കാറിൽ കയറി. അവളെ ഹോസ്റ്റലിലാക്കിയിട്ട് നേരെ കടകളിലേക്ക് പോകണം. കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ട്. അങ്ങനെ അവൻ അവളെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോകാൻ ഭാവിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഒരു നിമിഷം ഒന്ന് നിൽക്കൂ. അവൾ വീണ്ടും കാറിൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് നിങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ എന്ത് ഇഷ്ടമാണെന്നോ. നീ കിന്നരിക്കാതെ പോയേ. ഞാൻ നിന്നെ ഇപ്പോഴല്ലേ നീ എന്നെ കണ്ടത്, പിന്നെ എപ്പോഴും നിനക്ക് കണ്ടുകൊണ്ടിരിക്കാൻ എന്തുവാ. നീ പോ, എനിക്ക് കടയിലൊക്കെ പോകണം, സമയം പോകുന്നു. അവൻ ദേഷ്യഭാവത്തിൽ പറഞ്ഞു. എന്ത് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്? അവൾ ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. കൂടുതൽ ദേഷ്യമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട, അറിയാമല്ലോ എൻ്റെ സ്വഭാവം. നീ പോ, ഹോസ്റ്റലിലേക്ക് പോ. ഞാനേ പോകാൻ പോവുക, എനിക്ക് കടയിൽ പോകണം. അവൻ ശാന്ത സ്വഭാവത്തിൽ പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ. എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും കാണിക്കാമെന്ന് വിചാരിക്കേണ്ട. അവൻ വല്ല ചാതിയും കാറ് മുമ്പോട്ടെടുത്ത് കട ലക്ഷ്യമാക്കി പോയി. പക്ഷേ അവന് ഒന്നിനും ഒരു മൂടില്ലായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്ന് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. ഇപ്പോൾ ജീവിതം തന്നെ മടുത്ത മട്ടാണ്. കാരണം ആർക്ക് വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു തോന്നലായി തുടങ്ങിയിരിക്കുന്നു. ഒരു തരത്തിലും സമാധാനമില്ലാത്ത ജീവിതം. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് സമാധാനമാണ് ജീവിതത്തിൽ. പക്ഷേ അത് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി മാറിയിരിക്കുന്നു. സൗമ്യയോടൊപ്പമുള്ള ജീവിതം സന്തോഷവും സമാധാനവും തരുന്നതായിരുന്നുവെങ്കിൽ രമ്യയെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് തൻ്റെ സമാധാനം പോയതാണ്. അവൾ തന്നെ ഇട്ടിട്ട് പോയപ്പോൾ തനിക്ക് കുറച്ച് നാൾ വേദന ഉണ്ടായിരുന്നുവെങ്കിലും വീണ്ടും സൗമ്യ ജീവിതത്തിലേക്ക് വന്നപ്പോഴൊക്കെ അത് മാറി. ഇപ്പോൾ വീണ്ടും ആ ഒരു സമാധാനക്കേടിനെ താനായിട്ടെടുത്ത് തോളിൽ വെച്ച് ഇപ്പോൾ മൊത്തത്തിൽ സമാധാനവും പോയി, ജീവിതവും പോയി, മനസ്സമാധാനവും എന്തെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അവന് ശരീരം കുഴയുന്നത് പോലെ തോന്നി. വീണ്ടും തനിക്ക് കൺട്രോൾ തെറ്റുമോ എന്ന് അവൻ ഭയന്നു. കാർ ഓടിക്കുന്നതിനിടയ്ക്ക് അവൻ പതിയെ ശ്രദ്ധിച്ചു പോകാൻ തുടങ്ങി. കാരണം അവൻ എന്തോ മനസ്സിൽ കൂടി പല പല ചിന്തകൾ കയറി ശരീരത്തിനൊരു കുഴച്ചിൽ പോലെ തോന്നി. പതിയെ ശ്രദ്ധിച്ചാണ് പിന്നീട് അവൻ വണ്ടി ഓടിച്ചത്. കടയിൽ കയറി കുട്ടികൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ അവൻ മറന്നില്ല. പാവം കുഞ്ഞുങ്ങൾ തന്നെ കാണുമ്പോഴേ എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ സങ്കടം വരും. ഇന്നലെയോ ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ കുട്ടികൾക്കും അമ്മയ്ക്കും സൗമ്യയ്ക്കും എല്ലാം ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ കുറച്ച് മീനും പച്ചക്കറിയും കൂടി എക്സ്ട്രാ വാങ്ങിച്ച് വണ്ടിക്കകത്ത് വെച്ച് അവൻ എങ്ങനെയൊക്കെയോ അങ്ങ് വീട്ടിലെത്തി. നോക്കിയപ്പോഴോ സിറ്റ് ഔട്ടിൽ തന്നെ സൗമ്യ നിൽപ്പുണ്ട്. പാവം. അത് വയ്യാതായതിനു ശേഷം ഇപ്പോൾ സന്ധ്യ ആവുമ്പോഴേ സിറ്റ് ഔട്ടിൽ വന്ന് നിൽക്കും. കാരണം ഫോൺ വിളിച്ചാൽ താൻ എടുക്കില്ലല്ലോ. നോക്കിയപ്പോഴോ ഇന്നും ഉണ്ട് 2 കോള്. സോറി മോളെ, ഞാൻ എടുക്കാഞ്ഞത് മനഃപൂർവ്വമല്ല. ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ്. എനിക്കറിയാം, നിങ്ങൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങാനുമാണ് ഇപ്പോൾ വിളിച്ചതെങ്കിൽ നിങ്ങൾ എടുക്കത്തില്ലേ? എൻ്റെ കോള് മാത്രം കണ്ടാൽ എടുക്കില്ല അല്ലേ? അവന് ഹൃദയം മുറിയുന്നത് പോലെ തോന്നി. പാവം, അവൾ വിളിച്ചാൽ മാത്രം താൻ ഫോൺ എടുക്കാറില്ല. വേറെ ആര് വിളിച്ചാലും താൻ ഫോൺ എടുക്കും. എന്തിന്, രമ്യ വിളിച്ചാൽ പോലും ആ സെക്കൻഡിൽ എടുക്കും. പക്ഷേ എൻ്റെ എല്ലാമായ ഭാര്യ വിളിച്ചാൽ മാത്രം താൻ രണ്ടാമതൊന്ന് ആലോചിക്കും, എടുക്കണോ വേണ്ടയോ എന്ന്. മിക്കവാറും അത് എടുക്കണ്ട എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്യും. കഷ്ടം. അത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് അവന് തോന്നി. തനിക്ക് വയ്യാതായതിനു ശേഷം തൊട്ട് അവൾക്ക് ടെൻഷനാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം അമ്മയും അവളും കൂടി അകത്തേക്ക് കൊണ്ടുപോയി. കുട്ടികൾക്ക് സന്തോഷമായി. അവൻ അകത്തേക്ക് കയറിയതും കുട്ടികളെല്ലാം അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നു. സാധനങ്ങളൊക്കെ അമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട്. മക്കളെ, എന്തോന്ന് വെച്ചാൽ എടുത്ത് കഴിക്കേ, അച്ഛനെ ഒന്ന് ഫ്രഷായിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് രവി റൂമിലേക്ക് പോയ രവി ഫ്രഷ് ആവാതെ ഒരു സെക്കൻഡ് കട്ടിൽ അങ്ങനെ തന്നെ കിടന്നു. തൊട്ട് പിന്നാലെ സൗമ്യ വന്നു. എന്തു പറ്റി? അവൾ വല്ലാതെ ടെൻഷൻ അടിച്ചു. ഒന്നുമില്ലടി, ജോലിയുടെ ഒരു ക്ഷീണം. എഴുന്നേറ്റ് ഫ്രഷായിട്ട് വന്നേ, ചൂട് ചായ കുടിക്കുമ്പോഴത്തേക്ക് ആ ക്ഷീണമൊക്കെ മാറും. അവൾ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവൻ്റെ നെറുകയിൽ തലോടി. എഴുന്നേൽക്കു മനുഷ്യ, നിങ്ങളിങ്ങനെ കിടക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കില്ല. നിങ്ങളിങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിങ്ങളോട് ഒപ്പം രാവും പകലും നിന്ന് നിങ്ങളെ ഓക്കെ ആക്കി എടുത്തത്. പിന്നെ നിങ്ങൾക്ക് ക്ഷീണം വന്നിങ്ങനെ കിടക്കാമല്ലോ, അതിനൊക്കെ സമയമുണ്ട്. ഇപ്പോൾ എഴുന്നേൽക്ക്. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി രവി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷായി ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും സൗമ്യ ചൂട് ചായയുമായിട്ട് വന്നു. അതിനുശേഷം കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് നിർത്തി അവൾ രവിയുടെ കയ്യിൽ കൊടുത്തു. രവി ഏട്ടാ, കഴിക്ക്. ആഹാരമൊന്നും സമയത്ത് കഴിക്കുന്നുണ്ടാവില്ല. മിക്കവാറും കൊണ്ടുവന്നത് കൊണ്ട് കളയുകയാണെന്ന് തോന്നുന്നത്. ഓരോ ദിവസവും ചെല്ലും തോറും ക്ഷീണിച്ച് വരികയാണ്. ഒരാഴ്ച കൂടി ലീവ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല. എന്ത് ചെയ്യാനായി മനുഷ്യൻ്റെ കാര്യം. അങ്ങനെ അവൾ അടുത്തിരുന്ന് കൊടുത്തിരുന്ന സ്നാക്സ് മൊത്തം കഴിപ്പിച്ചു. അതിനുശേഷം
പാത്രങ്ങളെല്ലാം അകത്തേക്ക് കൊണ്ടുപോയി. അവൻ കുറച്ചു നേരം ടി വി കണ്ടുകൊണ്ടിരുന്നു. ടി വി കാണുന്നുവെങ്കിലും അവൻ്റെ മനസ്സും ചിന്തയൊന്നും ഇവിടെ ആയിരുന്നില്ല. അവളുടെ ഓരോ വാചകവും അവൻ്റെ മനസ്സിൽ തട്ടുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ ജീവിതം ഇല്ലാതാക്കുമോ, തൻ്റെ സൗമ്യയെ തന്നിൽ നിന്നും അകറ്റുമോ? തന്നെ അവൾക്ക് വേണമെന്ന വാശിയിലാണല്ലോ ഇപ്പോൾ. തനിക്ക് ഇനി ഒരിക്കലും അവളെ ഭാര്യയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അവളെ എന്നേ ആ സ്ഥാനത്ത് നിന്ന് താൻ പറിച്ചെറിഞ്ഞിട്ടാണ് സൗമ്യയെ പകരം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ തൻ്റെ സൗമ്യ ഉള്ളപ്പോൾ തന്നെ അവൾ തനിക്ക് വേണ്ടിയിട്ട് എന്തിനു വാശി പിടിക്കണം? അത് നല്ല കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അവൾ നല്ല കാര്യങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? തന്നെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയവളല്ലേ. അപ്പോൾ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അവന് നല്ലതുപോലെ സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇനി എന്താകും തൻ്റെ ജീവിതം, ഇനിയുള്ള ഭാവി എല്ലാം അവളാണ് തീരുമാനിക്കുന്നത്. കാരണം എല്ലാം തൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. അവനെ പിന്നെയും ആ തളർച്ച ബാധിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സൗമ്യ അടുത്ത് വന്നിരുന്ന് തോളിൽ തട്ടിയപ്പോൾ അവനൊന്ന് ഞെട്ടിപ്പോയി. അവൾ ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക് എന്താ ഞെട്ടിയത്? അവൾ ഭയങ്കര ടെൻഷനോടെ ചോദിച്ചു. ഒന്നുമില്ല. അവൻ എന്തോ വീണ്ടും ശരീരം കുഴയുന്നത് പോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.